ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്താണെന്ന് നോക്കാം. സാധാരണയായി നമ്മൾ സിവിൽ ലോയിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, ക്രിമിനൽ ലോയിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്കിന്ന് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ നോക്കാം. അതൊരു പബ്ലിക് ലോയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഏൻഷ്യൻ ടൈംസിൽ ഇന്ത്യയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നതായിട്ട് കാണാൻ കഴിയും. രാജാക്കന്മാർ മെയിൻലി അവർ ടാക്സ് കളക്ഷൻസ്, പബ്ലിക്കിൻ്റെ സേഫ്റ്റി, അതൊക്കെ വെൽഫെയർ ഒക്കെ നോക്കി ജീവിച്ചിരുന്നതായിട്ട് നമുക്കറിയാം. ഈവൻ വെൻ മുഗ്ലിയൻസ് വെയർ റൂൾഡ്, അത് സെയിം ഇതാണ്. അതായത് നമ്മുടെ ലാൻഡ് റവന്യൂസ് കളക്ട് ചെയ്യുക, പിന്നെ സ്റ്റേറ്റിൻ്റെ വെൽഫെയർ നോക്കുക, ഇതൊക്കെ മുഗ്ലിയൻസും പണ്ടുള്ള ഇന്ത്യൻ രാജാക്കന്മാരും എല്ലാം ഫോളോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് അറിയാം, ബ്രിട്ടീഷേഴ്സ് വന്നപ്പോഴും അവർ ഇതുപോലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഫങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാണ് ഈ കളക്ടറിനെയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കളക്ടറാണ് അന്ന് റവന്യൂസൊക്കെ കളക്ട് ചെയ്യുകയും പിന്നെ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരുമ്പം അഡ്ജൂഡിക്കേഷൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കളക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഇവോൾവ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് സ്റ്റേറ്റ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് ഒരു പോലീസ് സ്റ്റേറ്റായിട്ടാണ് ഫങ്ഷൻ ചെയ്തിരുന്നത്. അതായത് ഒരു നൈറ്റ് വാച്ച്മാനെ പോലെ, ടു പ്രൊട്ടക്ട് ദ സിറ്റിസൻസ്, മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, to protect the citizen from external aggression and to collect the taxation. These are the prime functions. These were the prime functions of the government. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് മാറണമെന്ന് വന്നപ്പോഴാണ് ലേസിസ് ഫെയർ തിയറി കൊണ്ടുവന്നത്. അപ്പോൾ ലേസിസ് ഫെയറിൽ പ്രകാരം ഇൻഡിവിജ്വൽസിന് കൂടുതൽ റൈറ്റ്സ് കൊടുത്തു. അപ്പം ഇൻഡിവിജ്വൽ ക്യാൻ ഫങ്ഷൻ, ദേ ക്യാൻ ഡു എനി വർക്ക് ആൻഡ് ദേ ആർ ഗിവൺ ബ്രോഡ് സെൻസ് ഓഫ് ഫ്രീഡം. അപ്പം അത് ലേസിസ് ഫെയർ കൊണ്ടുവന്നു. പക്ഷെ അത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോഴേക്കും സിറ്റീസിലോട്ട് ആളുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി, ജോബിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ എവിടെയാണോ കമ്പനീസ് ഉള്ളത് അവിടേക്ക് ആളുകൾ വന്ന് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വാസ്റ്റ് നമ്പർ ഓഫ് അൺഎംപ്ലോയിഡ് പേഴ്സൺസിനെ അവിടെ കാണാൻ കഴിഞ്ഞു. കാരണം ഒത്തിരി ചെറുപ്പക്കാർ അവിടെ വരികയും കോൺസെൻട്രേറ്റഡ് ആവുകയും ചെയ്തപ്പോൾ അവിടെ ലിമിറ്റഡ് നമ്പർ ഓഫ് ജോബ്സും ഒത്തിരി അതിന് ഒരു കോമ്പറ്റീഷൻ വന്നു. അപ്പോൾ തന്നെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എംപ്ലോയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഇത് സ്റ്റേറ്റിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇവിടെ ഒരു ലേസിസ് ഫെയറിൻ്റെ ആ ഒരു ക്രംബിൾനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം അവിടെ ഒരു ആപ്ലിക്കേഷൻ ശരിക്കും ലേസിസ് ഫെയർ വന്നതുകൊണ്ടാണ് ഇവരെ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നതെന്ന് മനസ്സിലായപ്പം സ്റ്റേറ്റിൻ്റെ ഫങ്ഷൻ കൂടുതൽ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ശ്രമിച്ചു. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ സ്റ്റേറ്റിൻ്റെ കൂടുതൽ ഫങ്ഷനും പെർഫോം ചെയ്തിരുന്ന എക്സിക്യൂട്ടീവ് ബോഡി ഓഫ് ദ ഗവൺമെൻറ്. അത് അറിയാലോ, സ്റ്റേറ്റിന് 3 ബോഡീസാണ് ഉള്ളത്. ലെജിസ്ലേറ്റീവ്, അവർ ലോ മേക്കിംഗ്, ദെൻ എക്സിക്യൂട്ടീവ് ലോ ഇംപ്ലിമെൻറ്റിംഗ്, ആൻഡ് ദെൻ ജുഡീഷ്യറി ഇൻ്റർപ്രിറ്റിംഗ് ദ സ്റ്റാറ്റ്യൂട്ട്സ്. അപ്പോൾ ഇതാണ് സ്റ്റേറ്റിൻ്റെ ഓർഗൻസ്. അതിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് കൂടുതൽ ഫങ്ഷനിങ്, കൂടുതൽ കാര്യങ്ങൾ, പവേഴ്സൊക്കെ കൂടുതലായിട്ട് കൊടുത്തു. അപ്പോൾ അവർ കൂടുതലായിട്ട് ഈ ലോ മേക്കിങ്ങും ഇതുമൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അഡ്ജൂഡിക്കേഷൻസും കൂടി, കേസസ് കൂടി. അപ്പം ജുഡീഷ്യറിക്ക് അവരുടെ കയ്യിൽ ഒതുങ്ങുന്നതിനേക്കാൾ കൂടുതൽ കേസസ് ആയി. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ എക്സിക്യൂട്ടീവിന് തന്നെ അവർ ചെറിയ രീതിയിൽ, അതായത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇച്ചിരി കൂടെ ലെസ് എക്സ്പെൻസീവായിട്ട് സ്പീഡി ആയിട്ട് ട്രയൽസൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിനെ തന്നെ ഇച്ചിരി കൂടെ വികസിപ്പിച്ചു. നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസായിട്ട് ഡെവലപ്പ് ചെയ്ത എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസിനെ കാണാൻ പറ്റും. അതായത് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, കോംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ എക്സിക്യൂട്ടീവ് ബോഡീസ് കാണാം. അല്ലെങ്കിൽ റെഗുലേറ്ററി ആയിട്ട് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെയൊക്കെ കാണാം. പിന്നെ റെഗുലേറ്ററി ബോഡി ഉണ്ട്, അതായത് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി ബോർഡ്, അങ്ങനെയൊക്കെ ഉള്ള റെഗുലേറ്ററി ബോഡീസ് കാണാം. അങ്ങനെ കുറേ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസ് ഉണ്ട്. അവർക്ക് അവരുടേതായ, അവർ
തന്നെ അവരുടെ റൂൾസൊക്കെ മേക്ക് ചെയ്ത്, അതായത് വിത്തിൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മാനിച്ചുകൊണ്ടുള്ള റൂൾസൊക്കെ അവരുടെ രീതിയിൽ തന്നെ അഡ്ജുഡിക്കേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം നമ്മളിപ്പം RBIയുടെ ഒക്കെ റിപ്പോസിറ്ററി റേറ്റ് ഇത്ര സെറ്റ് ചെയ്തു ഇങ്ങനെ. അപ്പോൾ അതായത് അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ലിമിറ്റഡ് രീതിയിൽ നിന്നിട്ട് ഡിസിഷൻ മേക്കിംഗ് വരും. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അഡ്ജുഡിക്കേഷന് ജുഡീഷ്യറിയിലോട്ട് പോവുകയും ചെയ്യും. അപ്പം പക്ഷേ അവരുടെ തന്നെ ഭാഗത്ത് ഇപ്പം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുണ്ട്, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുണ്ട്. ഇങ്ങനത്തെ കേസസൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അവിടെയും കാര്യങ്ങൾ ഒത്തുതീർക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ ഫങ്ഷനിങ് ഇച്ചിരി കൂടെ വൈഡനായി. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ ഫങ്ഷനിങ് വൈഡനായപ്പോൾ എന്തു എഴുതി, അത് ഒരു എക്സിക്യൂട്ടീവ് എക്സ്പ്ലോഷനിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പം എക്സിക്യൂട്ടീവ് ഫങ്ഷൻസൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇതായി. അപ്പോൾ എന്ത് ചെയ്തു, അപ്പം സ്റ്റേറ്റിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ അവിടെ വേണം എന്നുള്ള കാര്യമായി. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷൻ എന്തിനൊക്കെയാണ് വരിക, ഈ അബ്യൂസ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ പാടില്ല. ഇപ്പോൾ എക്സിക്യൂട്ടീവിന് പവർ കൊടുത്തിട്ടുണ്ട്, അവർ അബ്യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നവുമായിട്ട് ഒരു ഇൻഡിവിജ്വൽ എക്സിക്യൂട്ടീവ് ബോഡീനെ സമീപിക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിസൈഡഡ് അല്ലെങ്കിൽ ഡിറ്റർമിൻഡ് ഇംപാർഷ്യലി. അവിടെ ഒരു ഫിയറോ ഫേവറോ ഒന്നുമില്ലാതെ ഇംപാർഷ്യലി ഡിറ്റർമിൻ ചെയ്യണം. പിന്നെ ഇവരുടെ റൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റിലേക്ക് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻക്രോച്ച്മെൻറ്റ് പാടില്ല. ഇപ്പോൾ ഗവൺമെൻറ് ബോഡിയാണ്, അവർ ആവശ്യമില്ലാണ്ട് ഈ സിറ്റിസണിൻ്റെ റൈറ്റ്സിലോ ഇൻട്രസ്റ്റിലോ ഒന്നും അൺഓതറൈസ്ഡ് ആയിട്ട് എൻക്രോച്ച് ചെയ്യരുത്. പിന്നെ ആരാണോ ഈ ബോഡി, അതായത് ഈ RBI ആണെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിൽ, ഇത് ദേ മെയ്ഡ് ഇറ്റ് ദേ ആർ അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. അപ്പം അവരെന്ത് ഫങ്ഷൻ ചെയ്താലും അവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു അധികാരം പീപ്പിളിലേക്ക് കൊടുക്കാനും തുടങ്ങി. അങ്ങനെ ഇച്ചിരി കൂടെ ഒരു വെൽഫെയർ കൺസെപ്റ്റിൽ സ്റ്റേറ്റിനെ കൊണ്ടുവന്നപ്പോഴാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലോ അങ്ങോട്ട് വെച്ചത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോ കൊണ്ടുവന്നത്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡെഫിനിഷൻസൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്തു. പക്ഷേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു വൈഡ് കോൺസെപ്റ്റും വൈഡ് ലോയും ആയതുകൊണ്ട് പല കാര്യങ്ങളും കുറേ കോൺസ്റ്റിറ്റ്യൂഷനും കുറേ ബോഡീസ് ഇതിൽ ഇൻവോൾവ് ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ഇൻവോൾവ് ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ എല്ലാ ഡെഫിനിഷൻസിലും എടുക്കാൻ പറ്റില്ല. അപ്പം ഇന്നിങ്സ് എന്ന് പറയുന്ന ഒരു ജൂറിസ്റ്റിൻ്റെ ഡെഫിനിഷൻ അതിൽ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും അത് വൈഡറാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ലോയുടെ ഇൻവോൾവ്മെൻറ്റ് അതിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊരു അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്താം. അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ദ ലോ റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ. കേട്ടോ, അത് ഈസി ആണല്ലോ. അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ദ ലോ റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ. It determines the organization, powers and the determination of administrative authorities. അപ്പം ഇതെന്തൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഓർഗനൈസേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, പവർ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് അതോറിറ്റീസ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നിങ്സ് പറഞ്ഞ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് ദ ലോ മേക്കിംഗ് ബോഡി, ലോ റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ. It determines the organization, powers and determination of administrative authorities. So that's all for today. We will get back with a new topic next time. Thank you.